ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കേരള പാഠാവലി ഫൈനൽ റിവിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വേഗം വായിച്ചു നോക്കാം. ഇനിയൊരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പ്രസംഗം. കുടിയനും അലസനും കോമാളിയുമായി മാറിയ മെൽഷിയറിന് രാജസദസ്സിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. കുടിയനും അലസനും കോമാളിയുമായി മാറിയ മെൽഷിയറിന് രാജസദസ്സിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. കുടുംബകാര്യങ്ങൾ നോക്കാതെ അയാൾ കടം വാങ്ങിയും ഇരന്നും മദ്യപിച്ചു കൊണ്ടിരുന്നു. അപ്പം വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് അയാൾ കടം വാങ്ങി, മദ്യപിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി അങ്ങനെ മദ്യപിച്ചേ കൊണ്ടിരുന്നു. വീട് പുലർത്താൻ ലൂഷ്യയ്ക്ക് പ്രഭുഗൃഹങ്ങളിലെ പാചക ജോലി ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ വീട് നോക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ലൂഷ്യ വീട്ടുജോലിക്ക് പോകാൻ തുടങ്ങി. മദ്യം കുടുംബത്തെ തകർത്ത് കളയുന്ന ചിത്രമാണല്ലോ ഇത്. കഥയിലെ സൂചനകളും ഉചിതമായ മറ്റുദാഹരണങ്ങളും വിശദീകരിച്ച് മദ്യവിപത്തിനെതിരെ പ്രഭാഷണം നടത്തുക. അപ്പോൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ ആദ്യം നമുക്ക് സദസ്സിലുള്ളവരെ അഭിസംബോധന ചെയ്യണം. ഇപ്പം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, ക്ലാസ് അധ്യാപകർ, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ. മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന ആപത്തുകളെക്കുറിച്ച് അത് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന ആപത്തുകളെക്കുറിച്ചും ഇനി അത് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. വായനയുടെയും നിരീക്ഷണത്തിൻ്റെയും വെളിച്ചത്തിൽ ചിലത് പറയാം. നമ്മൾ റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന ഒരു പാഠം പഠിച്ചു. ആ പാഠത്തെ കുറിച്ച് പറഞ്ഞു നമുക്ക് പ്രസംഗം ആരംഭിക്കാം. കൊച്ചു ക്രിസ്റ്റഫർ മിടുക്കനാണ്. എന്നാൽ അമിത മദ്യപാനിയായ പിതാവിൻ്റെ നിരുത്തരവാദിത്തം കാരണം വീട് പട്ടിണിയിലായി. അവൻ്റെ അമ്മ പ്രഭുകുടുംബങ്ങളിൽ പോയി ജോലി ചെയ്താണ് ഇവർക്ക് ഭക്ഷണം നൽകുന്നത്. ക്രിസ്റ്റഫറിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അവൻ്റെ പിതാവിൻ്റെ മദ്യപാനം തന്നെ. ജീൻ ക്രിസ്റ്റഫിൻ്റെ പിതാവിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് മദ്യാസക്തി സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണെന്ന്. അപ്പോൾ മദ്യാസക്തി എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഒരു പ്രധാന വസ്തുതയാണ്. അതോടൊപ്പം മദ്യം കഴിക്കുന്നവരുടെ ആരോഗ്യവും തകരുന്നു. മദ്യപാനം ഒഴിവാക്കിയാൽ മാത്രമേ നന്മയുള്ള ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ലഘുപ്രഭാഷണം നിർത്തുന്നു. ജയ് ഹിന്ദ്. അപ്പോൾ മദ്യവിപത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രഭാഷണമാണ്. ഇനി ജീൻ മൈക്കിളിനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണ്. റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന പാഠഭാഗത്തിലെ ജീൻ ക്രിസ്റ്റഫ് എന്ന കുട്ടിയുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടാൻ സ്വാധീനിച്ചതിൽ മുഖ്യ പങ്കാണ് ജീൻ മൈക്കിൾ ക്രാഫ്റ്റിനുള്ളത്. ആ കഥാപാത്രത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അതായത് കഥാപാത്ര നിരൂപണമാണ് ഉദ്ദേശിക്കുന്നത്. റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന കഥാഭാഗത്തിലെ മുഖ്യ കഥാപാത്രമാണ് ജീൻ മൈക്കിൾ ക്രാഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ജീൻ ക്രിസ്റ്റഫ്. അപ്പോൾ റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന കഥാഭാഗത്തിലെ മുഖ്യ കഥാപാത്രമാണ് ജീൻ മൈക്കിൾ ക്രാഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ജീൻ ക്രിസ്റ്റഫ്. സംഗീതാഭിരുചി നിറഞ്ഞ അവൻ്റെ കുട്ടിക്കാലം വളരെയേറെ യാതനകൾ നിറഞ്ഞതായിരുന്നു. ആ കുട്ടിയുടെ ജീവിതത്തിൽ സന്ദർഭോചിതമായി മുത്തച്ഛനായ ജീൻ മൈക്കിൾ ക്രാഫ്റ്റ് ഇടപെട്ടു. അപ്പോൾ സംഗീതാഭിരുചി നിറഞ്ഞ ജീൻ ക്രിസ്റ്റഫിൻ്റെ കുട്ടിക്കാലം വളരെയേറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ സന്ദർഭോചിതമായി ആരാണ് ഇടപെട്ടത്? മുത്തച്ഛനായ ജീൻ മൈക്കിൾ ക്രാഫ്റ്റ് ഇടപെട്ടു. അവസരോചിതമായ ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി. പിയാനോ വായിക്കുന്നതിൽ കുട്ടി അതിസമർത്ഥനായി. മഹാപ്രഭുവിൻ്റെ മുമ്പിൽ കച്ചേരി നടത്തി എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങനെ ജീൻ ക്രിസ്റ്റഫിൻ്റെ ജീവിതം ശരിയായ രീതിയിൽ തിരിച്ചുവിട്ട് ആശ്വാസവും ആഹ്ലാദവും പകർന്നു കൊടുക്കാൻ മുത്തച്ഛനായ ജീൻ മൈക്കിളിന് കഴിഞ്ഞു. ഇനി നമുക്ക് ലൂഷ്യയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലായിരുന്നു ജനനം. കൃഷഗാത്രിയാണ്. എന്നാൽ വേണ്ടത്ര സൗന്ദര്യമോ കഴിവുകളോ ഒന്നുമില്ല. ഈ കഥയിൽ ലൂഷ്യ ഒരു ദുഃഖപുത്രിയാണ്. ഭർത്താവിൻ്റെ അമിത മദ്യപാനവും ചുറ്റിക്കറങ്ങളും ഉത്തരവാദിത്തമില്ലായ്മയും ലൂഷ്യയെ തളർത്തി. സുമുഖനായിരുന്ന മെൽഷിയർ വിവാഹശേഷമാണ് മദ്യപാനം തുടങ്ങിയത്. അതിൻ്റെ കാരണക്കാരി താനാണെന്ന് അവൾ കരുതുന്നു. ഭർത്താവ് കൈവിട്ടു പോയതിനോടൊപ്പം അദ്ദേഹത്തെ തികഞ്ഞ മദ്യപാനിയാക്കി തീർത്തു എന്ന പഴിയും കേൾക്കേണ്ടി വരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ഭാവിയോർത്ത് അവർ സഹിക്കുന്നു. പ്രഭു കുടുംബങ്ങളിൽ അടുക്കള പണിക്ക് പോകാനും ലൂഷ്യ തയ്യാറാകുന്നു. വലിയ സംഗീതജ്ഞൻ്റെ ഭാര്യയ്ക്ക് വന്ന ഈ ദുർഗതി അവർ അനുഭവിച്ചു തീർക്കുകയാണ്. എങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളെ സംയമനത്തോടെ നേരിടാൻ അവർക്ക് സാധിക്കുന്നു.
അപ്പോൾ ഒന്നും കൂടി വായിക്കാം. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലായിരുന്നു ജനനം. കൃഷകാത്രിയാണ്, എന്നാൽ വേണ്ടത്ര സൗന്ദര്യമോ കഴിവുകളോ ഒന്നുമില്ല. ഈ കഥയിൽ ലൂഷ്യ ഒരു ദുഃഖപുത്രിയാണ്. ഭർത്താവിൻ്റെ അമിത മദ്യപാനങ്ങളും ചുറ്റിക്കറങ്ങളും ഉത്തരവാദിത്തമില്ലായ്മയും ലൂഷ്യയെ തളർത്തി. സുമുഖനായിരുന്ന മെൽഷ്യർ വിവാഹശേഷമാണ് മദ്യപാനം തുടങ്ങിയത്. അതിൻ്റെ കാരണക്കാരി താനാണെന്ന് അവൾ കരുതുന്നു. ഭർത്താവ് കൈവിട്ടു പോയതിനോടൊപ്പം അദ്ദേഹത്തെ തികഞ്ഞ മദ്യപാനിയാക്കി തീർത്തു എന്ന പഴിയും കേൾക്കേണ്ടി വരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ഭാവിയോർത്ത് അവർ സഹിക്കുന്നു. പ്രഭു കുടുംബങ്ങളിൽ അടുക്കള പണിക്ക് പോകാനും ലൂഷ്യ തയ്യാറാകുന്നു. വലിയ സംഗീതജ്ഞൻ്റെ ഭാര്യയ്ക്ക് വന്ന ഈ ദുർഗതി അവർ അനുഭവിച്ചു തീർക്കുകയാണ്. എങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളെ സംയമനത്തോടെ നേരിടാൻ അവർക്ക് സാധിക്കുന്നു. അടുത്തൊരു കഥാപാത്ര നിരൂപണം നോക്കാം. നമ്മളിപ്പോൾ ലൂഷ്യയുടെ കഥാപാത്ര നിരൂപണം നടത്തി. റൈൻ നദിയിലെ ഓളങ്ങളിലെ മുത്തച്ഛൻ്റെ കഥാപാത്ര നിരൂപണവും നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അടുത്തത് ആരുടേതാണ്? മന്തപ്പൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള നിരൂപണമാണ്. മങ്ങാട്ട് മന്തപ്പൻ എന്ന ധീരയോദ്ധാവ് കതിവന്നൂർ വീരൻ തെയ്യമായി ജനമനസ്സുകളിൽ ജീവിക്കുന്നു. കതിവന്നൂർ വീരൻ എന്ന പാഠഭാഗത്തെ സൂചനകൾ പ്രയോജനപ്പെടുത്തി മന്തപ്പൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. ഏറെക്കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായി മേത്തളി ഇല്ലത്ത് കുമരപ്പൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും പുത്രനായിട്ടാണ് മന്തപ്പൻ്റെ ജനനം. 12 വയസ്സുവരെ അവൻ കളിച്ചിരിയും കളരിയുമായി കഴിഞ്ഞുകൂടി. അസ്ത്രവിദ്യ അഗ്രഗണ്യനായി. ആയോധന കലയോട് അടങ്ങാത്ത പ്രതിപത്തിയായിരുന്നു മന്തപ്പന്. അത് തിരിച്ചറിയാനോ അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനോ പിതാവിനായില്ല. തൻ്റെ കഴിവിനെ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവൻ വീട് വിട്ടിറങ്ങി. എങ്കിലും ആയോധന കലയോടുള്ള ആഭിമുഖ്യം അവനിൽ ഒളിമങ്ങാതെ കിടന്നു. ഭാര്യ ചെമ്മരത്തിക്ക് തന്നോട് ഇഷ്ടക്കേടുണ്ട് എന്ന തോന്നൽ അവനെ മാനസികമായി തളർത്തി. എങ്കിലും വീറും വാശിയും അവനിൽ നിന്ന് ചോർന്നു പോയില്ല. ആക്രമണത്തിന് വന്ന കുടകുപടയോട് മന്തപ്പൻ കരുത്തോടെ പോരാടി. അവൻ്റെ കരുത്തിനും കഴിവിനും മുമ്പിൽ മഴപ്പാറ്റകൾ പോലെ ശത്രു സൈന്യം കരിഞ്ഞു വീണു. ശേഷിച്ച ശത്രുക്കൾ അവൻ്റെ ധീരതയിലും അസ്ത്രവിദ്യയിലും അമ്പരന്ന് തിരിഞ്ഞോടി. ഒടുവിൽ മന്തപ്പൻ ശത്രുവിൻ്റെ വാളിന് ഇരയായി. അങ്ങനെ വീരയോദ്ധാവായി മന്തപ്പൻ ജനമനസ്സുകളിൽ ജീവിച്ചു. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. ഒട്ടും താമസിച്ചില്ല, ആയുധം കയ്യിലെടുത്ത് അവൻ പറഞ്ഞു, കൊടുങ്കാറ്റ് പോലെ. അതെങ്ങനെയാണ് ഒറ്റ വാക്കാക്കാം? ഒട്ടും താമസിക്കാതെ ആയുധം കയ്യിലെടുത്ത് കൊടുങ്കാറ്റ് പോലെ അവൻ പാഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിൽ യുവാവ് വെട്ടേറ്റി ചിത്രം വരച്ചു കാണിക്കുന്നുണ്ടല്ലോ. ഈ ദാരുണ ദൃശ്യം കൊണ്ട് പ്രകൃതി പോലും സ്തബ്ധയായി പോയി. സംഭവം നടന്ന സ്ഥലത്തെ പ്രകൃതിക്കുണ്ടായ മാറ്റവും യുവാവിൻ്റെ ചിത്രവും വാഗ്മയ ചിത്രമായി എഴുതി നോക്കും. കാടിന് നടുക്കുള്ള ഒരു സ്ഥലം. വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാടും പരിസരമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. ആ ഒരു വിധത്തിലായിരിക്കണം നമ്മളുടെ വിവരണം. കാടിന് നടുക്കുള്ള ഒരു സ്ഥലം. രാത്രികാലമാണ്. ചന്ദ്രൻ്റെ പ്രതിബിംബമാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിഴൽ അവിടെ കാണപ്പെടുന്നു. അടുത്തു ചെല്ലുമ്പോൾ കാണുന്നത് അതിഭീകരമായൊരു ദൃശ്യമാണ്. പരുക്കൻ സ്ഥലത്ത് ചോരയൊലിപ്പിച്ച് അതിൽ മുങ്ങി മരണവേദന കൊണ്ട് ഒരു യുവാവ് പിടയുന്നു. കൈകാലുകൾ നിലത്തടിച്ച് നാരായണ നാരായണ എന്ന് നിലവിളിക്കുകയാണ്. ദേഹം വെട്ടേറ്റു മുറിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നു. വസ്ത്രം രക്തത്തിൽ കുതിർന്ന് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. തലപ്പാവ് ഒരു ചെടിമേൽ വീണ് കിടക്കുന്നു. വലത്തു കൈക്ക് സമീപം പിടിവിട്ട് കിടക്കുന്ന വാളിൽ നിറയെ രക്തം. വെട്ടുകളേറ്റു മുറിഞ്ഞ പരിച ചിതറിക്കിടക്കുന്ന ലതകളുടെയും ശാഖാകൃകളുടെയും ഇടയിൽ കിടക്കുന്നു. ഈ കാഴ്ച കണ്ട് ആകാശവീതിയിൽ സഞ്ചരിക്കുന്ന മേഘശകലങ്ങൾ അതിൻ്റെ വേഗത കുറച്ചിരിക്കുന്നു. വൃക്ഷലതാദികൾ നിശ്ചലരായി. കാറ്റും നിശബ്ദരായി. ഇനി അടുത്തത് മാതൃക പോലെ മാറ്റി എഴുതുക. വിണ്ടലം വിൺ പ്ലസ് സ്ഥലം, കണ്ണീർ കൺ പ്ലസ് നീർ. ഓക്കെ. അടുത്തതൊരു ഡയറി കുറിപ്പാണ്. അസാധാരണ സംഗീത പാഠമുള്ള മെൽഷ്യർ. കർഷക കുടുംബത്തിൽ ജനിച്ച കൃഷകാർത്തിയായ കഴിവോ സൗന്ദര്യമോ ഇല്ലാത്ത ലൂഷ്യ. ഒടുവിൽ മെൽഷ്യർ മദ്യത്തിൽ അഭയം കണ്ടെത്തുന്നു. അതിനിടെ ജീൻ ക്രിസ്റ്റഫിൻ്റെ ജനനം. വീട് പുലർത്താനായി പ്രഭുഗൃഹങ്ങളിലെ ജോലികൾ ചെയ്യേണ്ടി വരുന്ന ലൂഷ്യ അത്തരം ദിനങ്ങളിലൊന്ന് ലൂഷ്യ എഴുതാനിടയുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ലൂഷ്യയുടെ ഡയറി കുറിപ്പാണ്. അതേപോലെ വേറൊരു ചോദ്യമുണ്ട്. ജീൻ ക്രിസ്റ്റഫ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? വില്യം ഷേക്സ്പിയർ, റോബർട്ട് ഫ്രോസ്റ്റ്, റൊമാങ് റോളാങ്. ആരാണ്? റൊമാങ് റോളാങ് ആണ് ജീൻ ക്രിസ്റ്റഫ് എന്ന കൃതി രചിച്ചത്. ഇനി നമ്മൾ
എന്താണ്, ഒരു ഡയറി കുറിപ്പാണ്. അപ്പം നമ്മുടെ ഡയറി കുറിപ്പിൽ തീയതിയും ദിവസവും എഴുതുക. ഇന്നത്തെ ദിവസവും പതിവ് പോലെ തന്നെ ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. മെൽഷിയർ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും മദ്യപിച്ചുകൊണ്ടാണ് വന്നത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ നശിക്കുന്നത്? അസാധാരണമായ സംഗീത പാരമ്പര്യമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിനും ആ സംഗീതാഭിരുചി വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ അംഗീകാരങ്ങൾ നേടാനോ അദ്ദേഹം ശ്രമിക്കാത്തത് എന്താണ്? എല്ലാം എൻ്റെ കുറ്റം കൊണ്ടാണോ? ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ച എനിക്ക് യാതൊരു സംഗീത പാഠവുമില്ല. പക്ഷെ അതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ അത്ര സൗന്ദര്യം എനിക്കില്ല. അതും അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിരിക്കാം. വീട് പുലർത്താൻ വേണ്ടിയാണ് ഞാൻ പ്രഭുകുടങ്ങളിൽ പാചക ജോലിക്ക് പോകുന്നത്. എന്നിട്ടും അദ്ദേഹം എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ ദുഃഖങ്ങൾക്കിടയിലും എൻ്റെ ഏക പ്രതീക്ഷ ജീൻ ക്രിസ്റ്റഫിലാണ്. അവൻ വളർന്നു വലുതാവുമ്പോൾ എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് എൻ്റെ പ്രതീക്ഷയും ആശ്വാസവും. അപ്പോൾ ലൂഷ്യയുടെ ഡയറി കുറിപ്പാണിത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമുക്കൊരു പ്രസംഗമാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്. അലബാമ സംസ്ഥാനത്തിലെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരുമായ കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും സഹോദരന്മാരായി കൈകോർത്ത് നടക്കുന്ന നാൾ വരുമെന്ന്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ലോകത്ത് ഇതുപോലെ മറ്റു പലതരം വിവേചനങ്ങളും നിലനിൽക്കുന്നില്ലേ? ഈ ഒരു ആശയം മുൻനിർത്തി വിവേചനങ്ങളില്ലാത്ത സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ വിഷയം എന്താണ്? വിവേചനങ്ങളില്ലാത്ത സമൂഹം. ഓക്കെ, അതിനോടനുബന്ധിച്ചൊരു ചെറിയ ചോദ്യമുണ്ട്. അമേരിക്ക അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വിമോചന പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതാര്? അപ്പോൾ ഒപ്പുവെച്ചതാരാണ്? എബ്രഹാം ലിങ്കനാണ്. മാർട്ടിൻ ലൂതർ കിങ് അല്ല, എബ്രഹാം ലിങ്കനാണ് അമേരിക്കയിലെ അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വിമോചന പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ഇനി നമുക്ക് ആ പ്രസംഗം നോക്കാം. എന്താണ് വിഷയം? ആ വിഷയം വിവേചനങ്ങളില്ലാത്ത ലോകം. ഓക്കെ, വിവേചനങ്ങളില്ലാത്ത സമൂഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗം തയ്യാറാക്കേണ്ടത്. മാന്യ സദസ്സിന് വന്ദനം എന്ന് പറയാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നും പറയാം. പണ്ട് കാലം മുതലേ മനുഷ്യന് മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവേചനങ്ങളും വേർതിരിവുകളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വെളുത്ത വർഗ്ഗക്കാർ കാണിച്ചിരുന്ന വിവേചനം. അടിമകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിവേചനം അനുഭവിച്ച ധാരാളമുണ്ട്. ഈ ഒരു സ്ഥിതിക്ക് മാറ്റം ഉണ്ടായേ തീരൂ. കാരണം മനുഷ്യരെല്ലാവരും സമന്മാരാണ്. മനുഷ്യരെ അകറ്റി നിർത്തുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വിവേചനമില്ലാത്ത സമൂഹം സൃഷ്ടിക്കാനായി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് വളരെ ചെറിയൊരു പ്രസംഗമാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. ഒരു പ്രസംഗം ഞാൻ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ദീർഘിപ്പിക്കാത്തത്. അപ്പം കൂടുതൽ പോയിന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തുക. ഇനി അടുത്തൊരു കത്താണ്. റൈൻ നദി ഒഴുകുകയാണ് കണ്ണീര് പോലെ. റൈൻ നദി ഒഴുകുകയാണ് സ്വച്ഛമായി, ശാന്തമായി. റൈൻ നദി ഒഴുകുകയാണ് ഓളം വെട്ടി, ചിന്നിച്ചിതറി, ആർത്തി ചിരിച്ച്. നമ്മൾ ജീൻ ക്രിസ്റ്റഫിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. കടലിരമ്പം പോലെ ഉയർന്നു പൊങ്ങിയ കരഘോഷങ്ങൾ കൊണ്ട് നടുവിലാണ് ഇപ്പോൾ ജീൻ ക്രിസ്റ്റഫിൻ്റെ വളർച്ചയിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ജീൻ ക്രിസ്റ്റഫിന് കത്തെഴുതും. പാഠഭാഗത്ത് പരിചയപ്പെട്ടതുപോലെ കാവ്യാത്മകമായ ഭാഷ പ്രയോഗിക്കണം. അതിൻ്റെ തന്നെ ബീജോദ്യമാണ് ശബ്ദത്തിൻ്റെ വീജികൾ എന്ന് എഴുതാമെങ്കിൽ കരഘോഷം എങ്ങനെ എഴുതാം? കരം കൊണ്ടുള്ള കോശം. ഇനി അടുത്തത് കത്തെഴുതാനാണ്. അപ്പോൾ സ്ഥലവും തീയതി എഴുതുക. പിന്നെ പ്രിയപ്പെട്ട ജീൻ ക്രിസ്റ്റഫിന് എഴുതാം. കൊട്ടാരം സംഗീത സദസ്സിൽ ബഹുമാനിതനായ കൊച്ചു ക്രിസ്റ്റഫിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. നിന്റെ കുഞ്ഞു മനസ്സിലെ പ്രതിഭയുടെ തിളക്കം തിരിച്ചറിഞ്ഞ് നിന്നെ പ്രോത്സാഹിപ്പിച്ച മുത്തച്ഛനോടുള്ള സ്നേഹവും ഈ കത്തിലൂടെ അറിയിക്കുന്നു. കണ്ണീരിൽ കുതിർന്ന നിന്റെ ജീവിതം ഇനി വഴിമാറിയൊഴുകും. സംഗീതാത്മകമായി ഒഴുകുന്ന റൈൻ നദി പോലെ ഇനിയും ഏറെ ഉയരങ്ങളിലെത്താൻ മുത്തച്ഛനെ പോലെ വലിയ കലാകാരനായി മാറാൻ നിനക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, മനുഷ്യ. അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? പ്രിയപ്പെട്ട ജീൻ, ആദ്യ സ്ഥലം തീയതി എഴുതുക. പിന്നെ പ്രിയപ്പെട്ട ജീൻ ക്രിസ്റ്റഫ് എന്ന് എഴുതാം. കൊട്ടാരം സംഗീത സദസ്സിൽ ബഹുമാനിതനായ കൊച്ചു ക്രിസ്റ്റഫിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. കുഞ്ഞു മനസ്സിലെ പ്രതിഭയുടെ തിളക്കം തിരിച്ചറിഞ്ഞ് നിന്നെ പ്രോത്സാഹിപ്പിച്ച മുത്തച്ഛനോടുള്ള സ്നേഹവും ഈ കത്തിലൂടെ അറിയിക്കുന്നു. കണ്ണീരിൽ കുതിർന്ന നിന്റെ ജീവിതം ഇനി വഴി മാറി ഒഴുകും. സംഗീതാത്മകമായി ഒഴുകുന്ന റൈൻ നദി പോലെ ഇനിയും ഏറെ ഉയരങ്ങളിലെത്താൻ മുത്തച്ഛനെ പോലെ വലിയ കലാകാരനായി മാറാൻ നിനക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, മനീഷ്. നമുക്ക് കുറച്ച് പദങ്ങൾ പരിചയപ്പെടാം. ആരോഗ്യ ദൃഢഗാത്രൻ, രോഗമില്ലാത്ത ഉറച്ച ശരീരമുള്ളവൻ. അതിന് ഒറ്റവാക്ക് എന്താ പറയുക? ആരോഗ്യ ദൃഢഗാത്രൻ. കൃഷഗാത്രം, ചെറിയ ശരീരം, കനം കുറഞ്ഞ ശരീരം.
പവിത്രം, പരിശുദ്ധം. ശബ്ദം, ശബ്ദത്തിൻ്റെ വേറൊരു സമാന പദമാണ് ആരവം. ശബ്ദം, ആരവം. ദിനരാത്രം, പകലും രാത്രിയും. ദിനരാത്രം, പകലും രാത്രിയും. അരോചകം, അരോചകം എന്ന് പറഞ്ഞാൽ അസഹനീയം, സഹിക്കാൻ പറ്റാത്തത്. വീജി, വീജി എന്ന് പറഞ്ഞാൽ തിരമാല. വിഖ്യാതം എന്ന് പറഞ്ഞാൽ ഫേമസ്, പ്രശസ്തം. മാസ്മരികം, മായിക ലോകം. ഭൂമിയുമായി ബന്ധമില്ലാത്തത് അഭൗമം. ഭൂമിയുമായി ബന്ധമില്ലാത്തത് അഭൗമം. വിഹായസ്, ആകാശം. ആകാശം എന്നതിൻ്റെ പകരം പദമാണ് വിഹായസ്. വൈഭവം, സാമർഥ്യം. അനിർവചനീയം, അനിർവചനീയം, നിർവചിക്കാനാവാത്ത. അവാച്യം, പറഞ്ഞറിയിക്കാനാവാത്ത. അവാച്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവാത്ത. പുഷ്പവൃഷ്ടി, പുഷ്പവൃഷ്ടി എന്ന് പറഞ്ഞാൽ പുഷ്പമഴ. പുഷ്പവൃഷ്ടി എന്ന് പറഞ്ഞാൽ പുഷ്പമഴ. ഇനി നമുക്ക് വേറൊരു പ്രസംഗം പഠിക്കാം. ഇടവ കരിങ്കാറിൻ പൊത്തിൻ നിന്നിറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം വെമ്പാല പാമ്പിനൊപ്പം ചുറ്റിയും അംഗങ്ങൾ കൊത്തിയുമൻ നാടിൻ്റെ സപ്തനാടിയും മൃതപ്രായമാക്കിയ നേരം. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പി. ഭാസ്കരൻ ഈ വരികളിൽ സൂചിപ്പിക്കുന്നു. പ്രളയക്കെടുതിയിൽ നിന്ന് കേരളത്തെ കൈപ്പിടിച്ചുയർത്താൻ ലോകം മുഴുവൻ നമ്മോടൊപ്പമുണ്ട്. കെടുതികളിൽ നിന്ന് കരകയറുന്നതിനും പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിനും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ലഘുപ്രസംഗം തയ്യാറാക്കുക. അപ്പം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, നമുക്കൊരിക്കലും മറക്കാനാവാത്തതും ആരെയും വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത ഒരു വൻ പ്രളയത്തെയാണ് കേരളം ഈ അടുത്ത നാളുകളിൽ അഭിമുഖീകരിച്ചത്. അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുള്ളത്. നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങൾക്കും വന്യജീവികൾക്കും നാശം സംഭവിച്ചു. ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങൾക്കും വന്യജീവികൾക്കും നാശം സംഭവിച്ചു. വീടും കൃഷിയിടങ്ങളും നഷ്ടപ്പെട്ട് അനാഥരായി തീർന്ന ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ നിലനിൽപ്പിനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിച്ചേർന്നത്. അപ്പം വീടും കൃഷിയിടങ്ങളും നഷ്ടപ്പെട്ട് അനാഥരായി തീർന്ന ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ നിലനിൽപ്പിനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിച്ചേർന്നത്. അവർക്ക് അത്യാവശ്യങ്ങളായി എത്തിക്കേണ്ടുന്ന ആഹാരം, വസ്ത്രം, ആവശ്യമരുന്നുകൾ മുതലായവ നൽകി താൽക്കാലികമായി ആശ്വാസം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീടുകളും അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും സർട്ടിഫിക്കറ്റുകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടതിനു പുറമെ കൃഷിയും നശിച്ച് അനാഥരായി തീർന്ന അവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം. ഇതിനു വേണ്ട സാമ്പത്തിക സഹായം നാം രക്ഷാകർത്താക്കളിൽ നിന്ന് വാങ്ങി ക്ലാസ് അധ്യാപകൻ്റെ സഹായത്തോടെ ദുരിതബാധിതർക്ക് എത്തിക്കാൻ തയ്യാറാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി അടുത്തത് ജീവചരിത്രക്കുറിപ്പാണ്. കേരളീയ ജീവിതത്തിൻ്റെ തുടിപ്പുകൾ കവിതകളിലൂടെയും ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും അനശ്വരമാക്കിയ കവിയാണ് പി. ഭാസ്കരൻ. ബഹുമുഖ പ്രതിഭയായിരുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് പി. ഭാസ്കരൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, മാധ്യമപ്രവർത്തകൻ, പത്മശ്രീ, കേരള സാഹിത്യ അക്കാദമി തുടങ്ങിയ പുരസ്കാരങ്ങൾ. 1924 മെയ് 21 ജനനം, 2007 ഫെബ്രുവരി 28 മരണം, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, ഓർക്കുക വല്ലപ്പോഴും തുടങ്ങിയവയാണ് നമുക്ക് സൂചനകളായി നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം പി. ഭാസ്കരൻ എന്നുള്ളത് നമ്മളൊരു ഹെഡിങ് ആയിട്ട് എഴുതുക. ജനനവും മരണവും തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് ബ്രാക്കറ്റിൽ എഴുതാം. 1924, 2007. കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, മാധ്യമ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, മാധ്യമ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 1924 മെയ് 21 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. എവിടെയാണ് ജനിച്ചത്? 1924 മെയ് 21 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. ദീർഘകാലം ആകാശവാണിയിൽ ജോലി ചെയ്തു. ദീപിക പത്രാധിപർ, ഏഷ്യാനെറ്റിൻ്റെ ആദ്യ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഒറ്റക്കമ്പിയുള്ള തമ്പുരു, ഓർക്കുക വല്ലപ്പോഴും, വയലാർ ഗർജിക്കുന്നു, ഒരിക്കൽ കൂടി, മുൾക്കിരീടം തുടങ്ങി സിനിമാ ഗാനങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകളാണ്. പത്മശ്രീ, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ് എന്നീ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2007 ഫെബ്രുവരി 20 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ പി. ഭാസ്കരൻ്റെ ജീവചരിത്രക്കുറിപ്പാണ്.
ഇനി അടുത്ത നമുക്ക് നോക്കാം പകരപദങ്ങൾ. ആരവം. ആരവം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദമാണ്. ഇനി ശബ്ദത്തിന് വേറെയും സമാന പദങ്ങളുണ്ട്. രവം, ധ്വനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശബ്ദമാണ്. അപ്പോൾ ആരവം, രവം, ധ്വനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശബ്ദമാണ്. ഇനി അടുത്ത ദുഃഖം. ദുഃഖത്തിൻ്റെ വേറെ പദങ്ങളാണ് താപം. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട് എന്നുള്ള അർത്ഥമുണ്ട്, ദുഃഖം എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ സന്താപം, ശോകം. ഓക്കെ. ഇനി അടുത്തത് വിഹായസ്. വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആകാശത്തിന് വേറെയും സമാന പദങ്ങളാണ് അമ്പരം, ഗഗനം. അമ്പരം, ഗഗനം. ശരീരം, തനു, മെയ്യ്. നദി. നദിയുടെ വേറെ പദങ്ങളാണ് സരിത്ത്, തടിനി, വാഹിനി. സരിത്ത്, തടിനി, വാഹിനി. നമുക്ക് ജീൻ ക്രിസ്റ്റഫിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നമ്മൾ 4 കഥാപാത്ര നിരൂപണം ഇതുവരെ പഠിച്ചു. ഒന്ന് ജീൻ ക്രിസ്റ്റഫിൻ്റെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. അതേപോലെ മുത്തച്ഛൻ്റെ കഥാപാത്ര നിരൂപണം നമ്മൾ പഠിച്ചു. അതേപോലെ മന്തപ്പൻ്റെ കഥാപാത്ര നിരൂപണം പഠിച്ചു. ലൂഷ്യയുടെ കഥാപാത്ര നിരൂപണം നമ്മൾ പഠിച്ചു. ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ജീൻ ക്രിസ്റ്റഫിൻ്റെ കഥാപാത്ര നിരൂപണമാണ്. റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ക്രിസ്റ്റഫ്. ക്രിസ്റ്റഫിൻ്റെ ബാല്യകാലം ദുരിതം നിറഞ്ഞതായിരുന്നു. ക്രിസ്റ്റഫിൻ്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു? ദുരിതം നിറഞ്ഞതായിരുന്നു. പാരമ്പര്യമായി ലഭിച്ച സംഗീത പ്രതിഭയുണ്ട്. സംഗീതം പാരമ്പര്യമായി ലഭിച്ചതാണ്. കുടുംബത്തോടുള്ള സ്നേഹവും മാതാപിതാക്കളുടെ അവസ്ഥകളിലുള്ള മനസ്താപവും മുത്തച്ഛനോടുള്ള സ്നേഹവും അവനെ വിവിധ രൂപത്തിൽ ഭരിക്കുന്നു. പിതാവിൻ്റെ നിരുത്തരവാദിത്തം കൊണ്ട് കഷ്ടപ്പെടുന്ന കുടുംബം, അതിൽ നിന്ന് കരകയറാൻ കഠിനാധ്വാനം ചെയ്യുന്ന അമ്മ, അനുജന്മാരുടെ സംരക്ഷണം ഏറ്റെടുത്ത് അമ്മയ്ക്ക് ആശ്വാസമായി ജീൻ ക്രിസ്റ്റഫ്. പാരമ്പര്യമായി ലഭിച്ച സംഗീത പ്രതിഭ അവനറിയാതെ അവനിൽ നിന്ന് പുറത്തു വന്നു. മുത്തച്ഛൻ അവൻ്റെ ഗാനങ്ങൾ രഹസ്യമായി പകർത്തുന്ന വിധം കൊച്ചു ക്രിസ്റ്റഫ് അറിഞ്ഞിരുന്നില്ല. അവനിലെ സംഗീതജ്ഞനെ കണ്ടെത്തിയത് മുത്തച്ഛൻ തന്നെ. അതവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ജീവിതത്തിലെ ദുരന്തങ്ങളൊന്നും ആ പ്രതിഭയെ തളർത്തിയില്ല. അർപ്പണബോധം കൊണ്ടാണ് ജീവിത വിജയം നേടിയ കഥാപാത്രമായി ജീൻ ക്രിസ്റ്റഫ് മാറുന്നു.